ഏറ്റെടുത്ത അബ്രഹാം വാഗ്ദത്ത സന്തതിയുടെ തലമേൽ ശിരസിന്മേൽ വിറവുകെട്ടൊക്കെ എടുത്തു വെച്ച് യാത്രയാകുക. നിയോഗമേറ്റെടുത്ത യാത്രയാകുമ്പോ ഈ മോനുണ്ടല്ലോ ഇസഹാക്ക് അപ്പന്റെ കൈക്കൊക്കെ പിടിച്ചായിരിക്കും പോകുന്നത്. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പല പ്രാവശ്യം ചോദിച്ചു കാണുമല്ലേ, അപ്പാ വിറകൊണ്ട് തീയുണ്ട്, ഹൃദയത്തിനകത്തൊരു വിങ്ങല് കാണും. എങ്കിലും അപ്പനോട് മോൻ ചോദിച്ചു, അപ്പാ വിറകൊണ്ട് തീയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഈ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ അബ്രഹാം തകർന്നോ? ഒരു ചോദ്യത്തിന്റെ മുൻപിൽ അവിടെ കൊണ്ട് യാത്ര അവസാനിച്ചോ? ഒരു ചോദ്യത്തിന്റെ മുന്നിൽ അവിടെ കൊണ്ട് ശുശ്രൂഷ തീർന്നോ? ഒരു ചോദ്യത്തിന്റെ മുന്നിൽ കുടുംബജീവിതം അവസാനിച്ചോ? ഒരു ചോദ്യത്തിന്റെ മുന്നിൽ നിന്റെ മിനിസ്ട്രി തകർന്നോ? ഇല്ല മക്കള്, നീ കർത്താവിൽ വിശ്വസിച്ചിറങ്ങിയെങ്കിൽ ചോദ്യത്തിന്റെ മുമ്പിൽ തീരുന്നതല്ല. ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ തീരുന്നതല്ല. ഹല്ലേലൂയ. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ലേ? അല്ല. കുടുംബജീവിതം തകർന്നു പോയവരില്ലേ? ഒരു വാക്കിന് മുൻപിൽ അവസാനിച്ചില്ലേ? ദൈവ ശബ്ദം കേട്ടു മിനിസ്ട്രി ആരംഭിച്ചു, ദൈവ ശബ്ദം കേട്ടു ശുശ്രൂഷ ആരംഭിച്ചു, ദൈവ ശബ്ദം കേട്ടു കുടുംബജീവിതം ആരംഭിച്ചു. പക്ഷെ പല വാക്കുകളുടെ മുൻപിൽ ഒതുങ്ങിപ്പോയില്ലേ? ഇസഹാക്ക് ചോദിച്ചു, അപ്പാ വിറകൊണ്ട് തീയുണ്ട്, ഈ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? മൃഗമായി നിൽക്കുന്ന സ്വന്തം മകന്റെ മുഖത്ത് നോക്കി, മോനെ നീയാണോ എന്ന് പറഞ്ഞു താൻ തകർന്നു പോയോ? അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇല്ല. ആമേൻ. അബ്രഹാം പറഞ്ഞു, സ്വന്തം മകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, യഹോവ ഇരേ, യഹോവ ഇരേ. 2024 ഈ 25-ാമത്തെ ദിവസം ദൈവാത്മാവിൽ വിളിച്ചു പറ, യഹോവ കരുതിക്കൊള്ളൂ, യഹോവ കരുതിക്കൊള്ളൂ, യഹോവ കരുതിക്കൊള്ളൂ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, ഞാൻ ലോകത്തെ നോക്കിയല്ല ഇറങ്ങിയത്, ഞാൻ ഭാര്യയെ നോക്കിയല്ല ഇറങ്ങിയ, ഭർത്താവിനെ നോക്കിയല്ല ഇറങ്ങിയ, ഞാൻ കർത്താവിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിയെങ്കിൽ യാത്ര